ഇന്ന് നമ്മൾ നമ്മുടെ മെയിൻ ചാനൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു തടിയുടെയൊക്കെ സംഭവം കാണിച്ചില്ലായിരുന്നു ഞാൻ. അത് നമ്മൾ ഇന്ന് കൊണ്ട് ബീച്ചിൽ പോയി വർക്കൗട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്രാവശ്യത്തെ ഈ വീഡിയോക്കകത്ത് കുറച്ച് ഇൻസ്റ്റയിൽ വേണമെങ്കിൽ സ്റ്റോറിയും കൂടി ഇടാം. അപ്പോൾ കുറച്ച് ആൾക്കൂട്ടം കൂടി കാണും. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിരിക്കും ഇന്ന് കാണാൻ പോകുന്നത് നിങ്ങൾ. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗ്രൂമിങ് സെക്ഷന് വേണ്ടി ഞാൻ പുറത്തു നിന്ന് മുടിയിട്ടിട്ട് വരണം. ഒരു 2-3 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. അത് ചെയ്യാം. അല്ലാതെ നമുക്ക് ഗ്രൂം ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ പിന്നെ ഫ്രഷ് ആയ ഒരു ലുക്കിൽ നമുക്ക് ചെയ്യേണ്ടി വരും. കുറച്ചേറെ ഫിസിക്കലി എക്സേർട്ടിങ് ആയിരിക്കും ഇത്. അതാ നമ്മൾ ചിക്കനാണ്. അപ്പം ബീഫൊക്കെ മാറിയ എന്ത് പറ്റി? ദാരിദ്ര്യത്തിലോട്ട് വന്നോണ്ടിരിക്കണോ നമ്മൾ ബീഫിൽ നിന്ന് ചിക്കനിലോട്ടാക്കി? ചിക്കൻ ഞാൻ തന്നെ വറുത്ത് തരാൻ പറഞ്ഞു കേട്ടാ. എനിക്ക് എന്തോ പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം. ഉപ്പുണ്ട്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ചിക്കൻ പീസ് കഴിച്ചിട്ട് പുറത്തിറങ്ങാമെങ്കിൽ. കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ കണ്ടാണ് ഞാൻ ഒരു ലൈവ് പോയപ്പോൾ ഇല്ല എൻ്റെ ഫോൺ ലൈവ് എൻ്റെ ടാക്കബിളിൻ്റെ വീഡിയോ വന്നപ്പോൾ അതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അങ്ങനെ ലീക്കായി കുറച്ചേറെ ആൾക്കാരായിട്ട് ഒരേ സമയത്ത് ഒരുമിച്ച് വിളിച്ച്. ആദ്യം എനിക്ക് വിളിച്ചപ്പോൾ മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഏകദേശം ക്ലിക്കായി. ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വിളി വന്നത്. അപ്പോൾ അതിനിടക്ക് കുറേ പേര് വിളിച്ച്. അതിനകത്ത് ഒരു കപ്പിൾ വിളിച്ചായിരുന്നു. അവർ ഡൽഹിയിലുള്ളതാണ്. എൻ്റെ പാൻ ഇന്ത്യ വ്യൂവേഴ്സിൽ പെട്ട ആൾക്കാർ. അത് ഹിന്ദിയാണ് ലീക്കായത്. അപ്പോൾ അവർ വിളിച്ച് അവർ വന്ന് കേരളത്തിൽ വന്നായിരുന്നു. അങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് നല്ല വൈബായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് പോയി കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങളൊന്ന് ക്ലിപ്പ് കണ്ടേക്കാം. അവരെനിക്കൊരു ഗിഫ്റ്റും കൂടി തന്നു. ബോയ്സ് ഇവരാണ് കക്ഷികൾ കേട്ടോ. ഇവരെനിക്ക് ഒറ്റയടിക്ക് ഞാൻ ഇവരെ വിളിക്കാൻ പോയിരുന്നു. ഒറ്റയടിക്ക് ഇവർ വന്ന് ഇവരെനിക്ക് ഗിഫ്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. I like it. I like it. How do you know? Like this is my correct size also. XL, double XL. हाँ. This is oversized ना, so this is L. Okay. T-shirt होती तो XL. देख लो सर, if you want to change अभी. No, it looks good. It looks good. क्योंकि एक वीडियो में हम देखेंगे ना आप पहनोगे. हाँ मैं पहनता हूँ अगले वाले वीडियो पे. मुझे അപ്പോൾ അവരെനിക്ക് ഷർട്ട് തന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പൈസ അങ്ങോട്ട് എടുക്കുന്നതിന് വരെ ഇങ്ങോട്ട് വന്നത്. പൈസ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. दोनों के लिए ले रहा हूँ. मैं ऐसे तो लेता हूँ बारी से. वो थोड़ा कंटेंट हिंदी में जाएगा काट के. हाँ ആരാ വന്നല്ല? ആരായിരുന്നു? ഉച്ച കേട്ടല്ലേ? വെള്ളം ഫില്ല് ചെയ്യാൻ വന്നേ. കുറച്ച് മുറ്റ ഇരിക്കണമല്ല. കടിച്ചിട്ട് ഒരുപാട് വന്നു. പെട്ടെന്ന് നമുക്ക് ഇത് കഴിച്ചിട്ട് ടൗണിൽ പോയി മുടി കഴിച്ചിട്ട് പെട്ടെന്ന് വരാം. സമയമില്ല. എൻ്റെ വണ്ടിയിൽ നിന്ന് കുറച്ച് സർവീസ് എടുക്കണം. അല്ലെങ്കിൽ ഞാൻ സർവീസൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ മറ്റേ ഒന്ന് വീല് ചെയ്ത് നോക്കിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ആക്സിലേറ്റർ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. അതാണ് കുഴപ്പം. അപ്പോൾ ഞാൻ മൂപ്പിച്ചായിട്ട് പൊക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വണ്ടി ഇരിക്കും. ഇത് ആക്സിലേറ്റർ തിരിയുന്ന പോലും ഇല്ല. ഫുള്ളും തിരിച്ച് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ആയിക്കോട്ടെ. എന്തായാലും സർവീസിന് കൊടുക്കണം. കുറച്ച് ദിവസമായി. എന്നാൽ നമുക്ക് മുടി വെട്ടുന്ന കട ഉണ്ടാവുമല്ലോ എടുക്കുക. ചൊവ്വാഴ്ച ചെയ്തത് എന്ത് പൊരിഞ്ഞ വെയിൽ പോലെ. എന്തായാലും ചൊവ്വാഴ്ച മുടി വെട്ടി സെറ്റാട്ടെ. ബോയ്സ്, അപ്പം ഞാൻ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച ഹെയർ കട്ട് ചെയ്ത ഹെയർ കട്ട് ഇതാണ്. ഇത് ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ട ഒരു ആർക്കിൽ പോയിട്ട് ഫെയ്ഡ്. പിന്നെ ബിയേഡ് എന്താണ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ബിയേഡും വേണ്ട. ബിയേഡ് കണ്ട അത് ഇങ്ങനെ സൈഡിലോട്ട് ആർക്കിട്ടിട്ടത് ഫെയ്ഡ് ചെയ്യുന്ന കണ്ട. ഇതാണ് ബിയേഡ്. ഇത് രണ്ടും കൂടി ആ മോനെ സെറ്റ് വൈബ്. എനിക്ക് ഞാൻ കണ്ടിട്ട് ഇത് തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് പോയി ചെയ്യിപ്പിക്കാൻ പോയതാണ് ഞാൻ. വീട് കണ്ട ഈ ഷേപ്പ് കണ്ട. ഇത് പന്ന ഫെയ്ഡാണെന്ന് നോക്കിയ പൊക്കത്ത്. ആദ്യത്തൊക്കെ ഒരു ഇത് ഓർക്കുണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് അവൻ ഓർക്കിന് ഓരോ 7 വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം ഈ ഫെയ്ഡ് ഇത് ഇങ്ങനെയായിരുന്നു പോകേണ്ടത്. ഫെയ്ഡ് ഇവിടുന്നാണ് ഫെയ്ഡ് വരേണ്ടത്. ആ തെണ്ടി ഉണ്ടാക്കി ഇവിടെ വെച്ച് ഫെയ്ഡാക്കി. ഇവിടെ വെച്ചത് ഇങ്ങനെ. പിന്നെ ഞാൻ കൊണ്ട് ക്ലീൻ ചെയ്യാൻ മേടിച്ചു പുല്ല്. ഞാൻ അച്ഛനാ പള്ളിയിലച്ഛൻ ഇങ്ങനെ താടി വെച്ച് കിടക്കാൻ. സെറ്റാക്കി തരാന്ന് കഴിവില്ലാത്ത കുറെ പൊട്ടന്മാരുണ്ട് സെറ്റാക്കി നടക്കുന്നത്. എന്തുണ്ടാക്കി സെറ്റാക്കാനാ? 13 വർഷമായിട്ട് പഠിക്കാത്ത താടി ഞാൻ പഠിച്ച്. അവന്മാർ ഞാൻ കട പൈസ കൊടുക്കുന്നില്ല. മാനേജർ അവിടുത്തെ പാനം വിളിച്ചു. നല്ല രസം ഇങ്ങനെ നടന്നു ചോദിച്ചു. എനിക്കിത് വീഡിയോ ഉണ്ടാക്കട്ടായിരുന്നു പുല്ല്. എങ്ങനെ ഉണ്ടാക്കിപ്പോ എടുക്കാനോ ഇങ്ങനെ. അടുത്ത ഒരാഴ്ചക്ക് എനിക്ക് മെയിൻ ചാനൽ വീഡിയോ ഇടാറില്ല. എത്ര വർഷം എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. 7 ആദ്യത്തൊക്കെ താത്തി ഉണ്ടാക്കുന്നവന് ഇവന്മാരൊക്കെ പോയി വേറെ കളിക്കുവാൻ പറ പുല്ല്. അവനെ പലവട്ടം കാണിച്ചത് അറിയാം. എന്ന് വെച്ചാൽ പലവട്ടം കാണാം. ഇങ്ങനെ പലവട്ടം 2 വീഡിയോ കാണിച്ചിട്ട് ഉണ്ടാക്കിത്തരാൻ നമ്മുടെ കിണ്ടിയർ ഉണ്ടാക്കി തന്നത്. ഈ മോൻ ഞാൻ ഇവിടെ കാണിക്കത്തോരില്ല ഇന്റർനെറ്റ്. പക്ഷെ പണം നോക്കാൻ പറ പുല്ല്. ഇപ്പൊ എന്തായാലും മോന്ത വൃത്തികേടായ സ്ഥിതിക്ക് നമുക്ക് ഓരോ ആൾക്കാരെ പിടിച്ച് നമുക്ക് സർപ്രൈസ് ചെയ്യാം കൂട്ടുകാരെ. അപ്പൊ ആദ്യം നമുക്ക് മാനേജറിനെ പിടിക്കാം. മാനേജർ എന്തായാലും അവന്റെ വീട്ടിൽ കാണും. വീട്ടിലോട്ട് പോവാം. നമ്മൾ നമ്മുടെ മാനേജറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്.
ഓൾറെഡി അവനെ വന്ന് ഞാൻ പിക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞായിരുന്നു വീഡിയോക്ക് വേണ്ടി. വീഡിയോ ഇപ്പൊ ക്യാൻസൽ ആയി. എന്തായാലും ഇതൊക്കെ താത്തി വെക്കട്ടെ ഞാൻ. അവൻ വരുമ്പോൾ പെട്ടെന്ന് കാണരുത്. എങ്ങനെയാണ് കുറച്ചൊരു വലിപ്പം ഉണ്ടായിരുന്നു നോക്കായിരുന്നു. എന്നാലും അവനെ വിളിക്കാം, നമുക്ക് വിളിക്കട്ടെ. ഹലോ, ആ എവിടെ വണ്ടിയിലുണ്ട്, ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആ ശരി ശരി. അതായത് എങ്ങനെ വെക്കാനോ ഇങ്ങനെ ഇങ്ങനെ വെക്കണോ? ഇങ്ങനെ ചിലപ്പോൾ അവൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെ താന്നിരിക്കും. ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവൻ കാണത്തില്ല വഴിയിൽ നിന്ന് വരുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ പുറകോട്ട് ചാരി ഇരിക്കാം. ഇനി ഒട്ടും കാണത്തില്ല. ഫേസ് വേണേൽ കുറച്ച് കവറും ചെയ്യാം. അനൂപ് വരുന്നുണ്ട് കേട്ടോ, അനൂപ് വരുന്നുണ്ട്. പറയാനുണ്ട് ശരിക്കും കിടക്കണം. എന്താ പോവാ? എന്തുവാ ഇത്? എങ്ങനെയുണ്ട് കാണാൻ? കൊള്ളാല്ലേ? അതാണ് ഒരു ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നത്. എന്തുവാടാ ഇത്? എന്താണെന്ന് ചോദിച്ചാൽ കാത്തേണ്ടി അവിടുത്തെ ആൾക്കാർ കുളവാക്കിയതാണ്. ക്ലീൻ ഷേവ് ചെയ്യണ്ട എന്ത് കാര്യം? എടാ ഇത് കൊള്ളത്തിലാണ്. ഇത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ്ട. ഷൂട്ട് ചെയ്യുന്നില്ല. എന്റെ ആളിയാ, എന്റെ അളിയ എത്ര കണ്ടന്റ് വേണം? എന്ത് വേണം ഇത്? ഇതാരാ ചെയ്തത്? അവിടുത്തെ തെണ്ടി. അതേ അവിടെ അവന്മാരെയും പറഞ്ഞു ഞാൻ എത്ര കണ്ടന്റ് പോയെന്ന്. മാനേജർ സർപ്രൈസ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി പോവാം. എടാ ഇത് നിന്റെ കണ്ടേജാണല്ലോ ഇപ്പൊ കറക്റ്റ് ഒരു സാരി ഉടുപ്പിച്ച് ഇറങ്ങാം. ഞാൻ എന്ത് പറയാനാടാ? നീ ഇല്ലായിരുന്ന കൂടാ. നീ അവന്റെ കത്രയൊക്കെ പിടിക്കാൻ മേലായിരുന്നാ. നമുക്ക് പോവാം. എവിടെ? കുറച്ചുപേരൊക്കെ മോൻ കാണിച്ചിട്ട് വരാം. ഫസ്റ്റ് ടാർഗറ്റ് നമ്മുടെ മാനേജർ ആയിട്ടുണ്ട്. ഇനി എന്തായാലും അമ്മ കടയിൽ കാണും. നമുക്ക് അമ്മേനെ വന്നത് പോയി സർപ്രൈസ് ചെയ്യാം. വായിരിക്കുന്ന കുറെ കേൾക്കേണ്ടി വരും, പക്ഷെ എന്ത് ചെയ്യാനാ? വായിരിക്കുന്ന തല്ലണ്ടി വരും. തല്ല് മേടിക്കും നീ. എടാ ഇത് എന്തുവാടാ ഇത്? ജേമിനെ കാണിച്ചില്ലല്ലോ. എന്റെ അമ്മ. എനിക്ക് വേണമെങ്കിൽ വീഡിയോ ഇടായിരിക്കും, ആരും അറിയത്തോലില്ല. ഒരാഴ്ച വീഡിയോ ഇട്ടാൽ മതി. ഇത് ബ്ലോഗ് ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട്. അത് മെയിൻ ചാനലിൽ ഇടത്തോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഒരാഴ്ച വീഡിയോ ഇടുന്ന ആരും അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങളുടെ ലോയൽറ്റിയും നിങ്ങളുടെ നമ്മുടെ ഒരു കണക്ഷനും വെച്ച്. അതുകൊണ്ട് ഇത് ആരും കട്ട് ചെയ്യരുത് കേട്ടാ. ഇത് കട്ട് ചെയ്ത് അതൊന്നും ആക്കരുത്. ക്ലിപ്പൊന്നും ആക്കില്ല. അവന്മാര് പറയുന്നത് നിനക്കറിയാമോ അവന്മാര് ക്ലിപ്പ് ആക്കുന്നത്? വിശ്വാസം. നമുക്കൊരു 50 ദിവസം കിറ്റ് മേടിച്ച് തലയെ കൊടുത്താലെന്താണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അടുത്ത് മീങ്ങളോട്ട് നിർത്തിക്കാറ്. അമ്മനെ കണ്ടാ അവിടെ ഇരിപ്പുണ്ട് അമ്മതെ കടയിൽ. അച്ഛൻ ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നിങ്ങൾ വിളിച്ചോണ്ട് വരും കേട്ടാ. ഞാൻ ഗ്യാരണ്ടി പറയാൻ അമ്മ എന്നെ തെറി പറയാൻ പോവായിരിക്കും. എന്റെ ഒരു അമ്മമാരെ കുളവാക്കിയതാണ് കടക്കാര്. ആ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കിത് വീഡിയോ എടുക്കാൻ പോകണ്ടായിരുന്നു. അതാ പിന്നെ എങ്ങനെ പോകാനാ ഈ മോന്തം വെച്ചോണ്ട്? കിണ്ടി രണ്ട് പറഞ്ഞു ഞാൻ ഇല്ലായിരുന്നു കൂടെ. അതല്ലേ അമ്മ ഇവനെ ഇങ്ങനെ ഏറ്റവും അവസാനം കണ്ടപ്പോഴാ. മിക്കവാറും മുടി വെട്ടാൻ പോയാലേ മിക്കവാറും കുളങ്ങളാണ്. കുളമല്ല, താടി പിടിച്ചിട്ടില്ല. 13 വർഷം താടി പിടിച്ചിട്ട്. ഇത്ര നാളും ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. ഒരു അനുഭവം പലത് വന്നിട്ടുണ്ട് മുടിയുടെ പേരിൽ. വൃത്തികേടാക്കിയ അവന്മാര്. ഇതാണ് ഞാൻ വെട്ടാൻ പറഞ്ഞ അവന്മാർക്ക്. ഇത് ഈ ഒരു വെട്ടാൻ പറഞ്ഞത് ഇത്. പക്ഷേ അവന്മാര് ഏകദേശം ഇതൊന്നും ആക്കിയില്ല. ഇതിങ്ങനെ വളച്ച വരുന്ന ഇങ്ങനെ അവന്മാര് ഇവിടത്തെ നേരെ അടിച്ചിരിക്കും. നേരെ ഇങ്ങനെ വളഞ്ഞ കേവായിട്ടിരിക്കണം. എന്നിട്ട് താടി ഇത് ഇങ്ങനെ പഠിക്കാനാ പറഞ്ഞ. ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങോട്ട് എടുക്കാനാ പറഞ്ഞ. അവന്മാര് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഫെയ്ഡ് ചെയ്യാനുള്ള അവന്മാര് ഇങ്ങനെ വെച്ചിട്ട് ഫെയ്ഡ് ചെയ്ത് ഞാൻ പള്ളി വെച്ചിട്ടുള്ളത് ആക്കി വിട്ടു. പിന്നെ ഫുള്ളും കളയേണ്ടി വന്നു എനിക്ക്. വീഡിയോടും കാര്യം പോയി എന്ത് കഷ്ടമാണെന്ന് അറിയത്തില്ല. അല്ലാതെ എന്ത് വൃത്തികേട്. എന്ത് വൃത്തിയാണെന്ന് എനിക്ക് അപ്പോഴേ കണ്ടപ്പോ മനസ്സിലായി. ഇതിക്കുള്ളിൽ ചോദിക്കുന്ന ആവശ്യമൊന്നുമില്ല. നല്ല ഉച്ചാവി നല്ല ഇതായിരിക്കുമല്ലേടാ. നമ്മ കൊല്ലത്തൊരു അമ്പലമുണ്ട് സ്ത്രീവേഷം കെട്ടിട്ട്. നമുക്ക് ഇവരെ അവിടെ കൊണ്ടുപോയാലോ? ആ നേർച്ചോട്ടെ നേർന്നു കൊണ്ടുപോകാം. അതാകുമ്പോ നല്ല ഗുണം ചേരും. ഒരു ഇതൊന്നും കൂടെ തയ്പ്പിച്ചിട്ടാ മതി ബ്ലൗസും. സത്യം. കല്യാണം നമ്മുടെ ഓണത്തിന്റെ മുണ്ടൊക്കെ കാണുമല്ലേ ഇവിടെ? എല്ലാം ഉണ്ട്. നമുക്ക് അണിയിച്ചൊരുക്കാം. നല്ലതായിരിക്കും. ഇവിടെ വില കൂടി ഒരു ടോണിയൻ ഗേ ഉണ്ട്. അവിടെ പോയാൽ മതിയായിരുന്നു. ഞാൻ എപ്പോഴും മറന്നു ആലപ്പുഴ ടോണിയൻ ഗേ ഉണ്ടെന്ന്. ഓവർ
എക്സൈറ്റഡ് എന്ത് ഓവർ എക്സൈറ്റഡ് ഇന്ന് കൊടുത്തില്ല ഇവരും ഉണ്ടായിരുന്നു എന്റെ കൂടെ എന്തൊക്കെ ഓവർ എക്സൈറ്റഡ് വെപ്രാളം പിടിച്ചോട്ടല്ലോ ഒരു സൈലന്റ് ആകണം നമ്മള്. ഒന്നാമത്തെ നമ്മുടെ അവന് 3-4 വട്ടം കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരുന്നു. പിന്നെ ചോദിച്ചു എന്തോ ഉണ്ടാക്കിയെന്ന്. ഓക്കെ അങ്ങനെയല്ല നമ്മള് വേറെ ആരെങ്കിലും അവിടെ ചെയ്തിട്ട് അവരുടെ പരിചയത്തിൽ അത് നമ്മൾ വാച്ച് ചെയ്ത് വെച്ച് വേണം പോകാൻ. അല്ല ഓക്കെ അടിക്കുന്ന എല്ലായിടത്തും കൊണ്ട് തല വെച്ച് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും, തലേന്റെ അടിയും വെച്ച് കൊടുത്ത്. അയ്യോ ഇനി അടുത്ത ഇതിലും വലിയൊരു കുളമുള്ള സ്ഥലം കണ്ടുപിടിക്കുക. അനൂപ അങ്ങനെയല്ല അനൂപ എടുക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും ചെയ്ത് നമുക്ക് പരിചയം അതാ നമ്മൾ ചെയ്യേണ്ടത്. ഇത്ര വൃത്തികേടാക്കി വിട്ടണ വല്ല ഇവിടെ നടക്കുക. നീയിപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പൊ ഇങ്ങനെ തന്നെ ചെയ് വീഡിയോ പറ്റിയതല്ലേ. അയ്യോ ഈ വീഡിയോക്കകത്ത് ചെയ്യുന്ന കാര്യത്തെക്കാട്ടുള്ള ആൾക്കാർ എന്റെ മോന്തക്കായിരിക്കും നോക്കുന്നത്. നമ്മുടെ കണ്ടന്റിന് വാല്യൂ പോകും. പിന്നെ തലകൂടെ മുട്ട അടിക്കാൻ വയ്യായിരുന്നടാ. എന്ത് വൃത്തികേടാക്കി കളഞ്ഞത്. ജയമ്പിക്ക് അയച്ചു കൊടുക്ക്. ജയമ്പി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. പക്ഷെ ഇപ്പൊ അവന്റെ വെളുപ്പിനുള്ള സമയമായിരിക്കും. ബോയ്സ് അച്ഛനും വന്നു കഴിഞ്ഞേട്ടാ. അപ്പം അച്ഛനും വന്നു കഴിഞ്ഞ് അച്ഛനെ ഇപ്പൊ അനുഭവം വിളിച്ചോണ്ട് ഒരു മാനേജർ എന്താണ് കാര്യം എന്താണ് മീസൊക്കെ എടുത്താ എങ്ങനെയുണ്ട്? പ്രത്യേക അവസരത്തിൽ എല്ലാം കളയേണ്ടി വന്നു. എന്ത് പറ്റി? ഇപ്പം കുഴപ്പമൊന്നുമില്ല. എന്തിനു കളഞ്ഞു നീ? ഞാൻ അവൻ ഫുള്ളും കൊളാക്കി. ആര്? ബാർബർ. അവനൊക്കെ പറയാൻ പറ്റില്ല. അവന് ഇരുന്ന് കൊടുത്താ നീ. ഇരുന്ന് കൊടുത്തതാ? പിന്നെ ഒരു ചെറിയ ചുരണ്ട് കഴിഞ്ഞാൽ ഫുള്ള് പോവും. അവനെ 4 വട്ടം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത് ചെയ്യണം എന്ന്. ഈ അറിവില്ലാത്ത സ്ഥലത്ത് എന്തിനു പോയി? അറിവില്ലാത്ത സ്ഥലത്ത് അവന്മാര് കണ്ടിട്ട് ഇപ്പൊ റെഡിയാക്കി തന്നെ അവന്മാര് ചെയ്ത്. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ പൈസയും കൊടുത്തിട്ട് രണ്ടും പറഞ്ഞിട്ട് ഇറക്കി വന്നു. പൈസ കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് വീഡിയോ എടുക്കാൻ വരത്തില്ല ഒരാഴ്ചത്തേക്ക്. ഇപ്പൊ ആരാ കുഴപ്പം? അവരൊക്കെ നഷ്ടപരിഹാരം തരാൻ നഷ്ടപരിഹാരം കിട്ടി വരും. ഇല്ലെങ്കിൽ വേണ്ട. എന്താണ് അയ്യേ കൊള്ളിയില്ലേട്ടാ. ഇതിലാണ് ഞാൻ അറിഞ്ഞോട്ട് ഉള്ളിടത്തോളൊക്കെയാണ് പറയുന്നത്. ഉള്ള എല്ലാം കളയെ പോയി, മാനവും പോയി, നാണവും പോയി, എല്ലാം പോയി. അതിനടുത്ത ഒരു വടി അവന്മാർക്ക് പിന്നെ നല്ല കണ്ണ് കാണാൻ മേലാത്ത കണക്ക്. ഇനി ആലപ്പുഴ കിട്ടുന്നില്ല ഞാൻ. എറണാകുളത്ത് പോയിട്ടാ അത് ടോണിയൻ കൈ കൂടി ഉണ്ട്. അവിടെ ട്രൈ ചെയ്യാം. പക്ഷെ മുടി വരണ്ടേ? ഞാൻ അവിടെ പോയി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി എറണാകുളം താടി വരണ്ടേ? അവൻ മുടിയും കുളവാക്കിടാ. മുടിയും ഞാൻ താഴത്തോട്ട് ചെയ്യാൻ പോയപ്പോ നേരെ പഠിച്ചു വെച്ചിരിക്കുന്നത്. ബംഗാളികളൊക്കെയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ? ഹിന്ദിയൊക്കെ അറിയാം. അവരെ എല്ലാം പറഞ്ഞു കൊടുത്തത്. അവരെല്ലാം ഉണ്ടാക്കി തന്നത്. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ ജിമ്മിൽ വന്ന് നിൽക്കുകയാണ്. എൻ്റെ ജിമ്മിൻ്റെ സമയമായി. നമ്മൾ നേരിട്ട് ജിമ്മിൽ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആവശ്യത്തിലധികം ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ഇരുന്നിട്ട് എന്നെ ഊക്കാൻ പോവുകയായിരിക്കും. മോസ്റ്റ് പ്രോബ്ലി എന്തായാലും നമുക്ക് പോകുമ്പോൾ അറിയാം. എൻ്റെ മോന്തര ഇത്ര ഓണം കുഴപ്പമില്ല. ഇങ്ങനെ ബാക്കി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. എല്ലാം കൊള്ളാമല്ലോ. എനിക്ക് അയ്യാ എൻ്റെ മാനേജർ അവിടെ ഇരിക്കുന്ന നോക്കി എന്നെ എല്ലാവരും അകത്തോട്ട് വിളിക്കുന്നത്. ചെറുതായിട്ടൊരു മീശോയനാണ്. ഒരു തെണ്ടി എനിക്കിട്ട് പണിതാ. വേണ്ട ഇവൻ്റെ എന്നെ ഒരേപോലെ എന്താ എല്ലാവരും നോക്കുന്ന അവിടെ നിന്ന്. നല്ല തീരുമാനമാണ്. എന്നിട്ട് ആ ഒരു ചെറ്റ അവന് മുടിയോട്ട് അറിയത്തില്ല. അവനുള്ള എല്ലാം കൂടി കുളവാക്കി. 13 വർഷമായി ഞാൻ താടി പഠിച്ചിട്ട്. അവൻ പഠിച്ചു വന്നിരിക്കും. അവൻ മുടിയും കുളവാക്കിയത്. മുടിയുടെ പറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് താഴത്തോട്ട് പോകാനാണ് ഇവിടെ നേരെ അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ താടിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ഇത്രയും ഭാഗം ഒന്നും ഇല്ലാത്തതാണൊക്കെ. ഇന്ന് വീഡിയോ എടുക്കായിരുന്നു ഞാൻ. മുടി വെട്ടിട്ട് വീഡിയോ എടുക്കാൻ പോയായിരുന്നു. അത് തീരുമാനമാക്കി തന്ന അടുത്ത ഒരാഴ്ചത്തേക്കിന് വീഡിയോ എടുക്കണ്ട എനിക്ക്. മാറി നിൽക്കട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കണോ? ഇത് എടുത്ത് നിൽക്കുന്നത് ഇത്ര ഇങ്ങനെ കവർ ഞാനൊന്നും കുഴപ്പമില്ല. പക്ഷെ കണ്ടില്ല. പക്ഷെ കത്തുണ്ടോ? പക്ഷെ അവിടെ ഇരിക്കുന്ന അവിടെ ഷൂട്ടൊക്കെ നടക്കുന്നത് ഭയങ്കര ഓർത്താ. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിക്കുക. ആയിരിക്കും നല്ലത്. അതേ ചിരിക്കുന്നു. ഞാനാ ഒരു ചെറ്റ. ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ.
അവൻ കുളമാക്കി അവൻ ഫുള്ളും പോയി. ഇത്രക്ക് വേണം ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തേണ ആ പ്രത്യേക സാഹചര്യത്തിൽ അവൻ വൃത്തികേടാക്കി. എന്തെങ്കിലും പറയാനില്ലേ? ആണോ? ഒരുമാതിരി ചെന്നതിനെ പറയും. ആ മോഹൻലാൽ ഒരു കഥകളി നടക്കുമല്ല പഴയ ഒരു പടം. ആ ഒരു ലുക്കുണ്ട് എനിക്ക് വന്നിട്ട്. അത്ര വൃത്തികേടില്ലേ? അതിന് പിരിയം കൂടി കളനായിരുന്നു. നിങ്ങള് വേറെ നിങ്ങള് തിരുവാതിര കളി ഇപ്പൊ ഞാനും കൂടാതെ എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല. സാരി ഇടുന്നാണ് നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. അത് 13 വർഷമായിട്ട് വെളിച്ചു പഠിക്കാത്ത ഭാഗമായിരുന്നു. ഞാനിപ്പോൾ പെണ്ണായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവരോട് കളിക്കാം തിരുവാതിര. അതാണ് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ആരും പഠിപ്പിച്ചു തരും, ആരും പഠിപ്പിച്ചു തരും. കാലിന്റെ കൂടെ തന്നെയാ. കൈ താത്തി വെക്കണ. ആ ഓ അരമണ്ഡലത്തിൽ നിൽക്കാൻ എന്താ അരമണ്ഡലം വേണ്ട. ആ ശരി ശരി. ഈ കാല് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണ? ഒരു കാല് മതിയാ? ഓ ഇത് കോംപ്ലിക്കേറ്റഡാ. ഇപ്പുറ സൈഡ് മനസ്സിലാകുന്നില്ല എനിക്ക്. ആ അപ്പൊ ഈ സ്റ്റെപ്പേ ഉള്ള അതിനകത്ത്. അയ്യോ കൈ നോക്കുക ഒരു കാല് പോകുന്നത്. അപ്പോൾ ഡാൻസ് സെഷൻ ആയിട്ടാണെങ്കിൽ നമുക്ക് ജിമ്മിലോട്ട് പോവാം. ലൈന് ലേറ്റ് ആവും എല്ലാവരും. അയ്യോ ഞാൻ സെറ്റാണ്. നല്ല വൈബായത് പറഞ്ഞിട്ട് കാര്യമില്ല. അകത്തോട്ട് കയറണ്ട. ഇപ്പോൾ ഒരു ഫുള്ളപ്പ് അടിക്കും. സെറ്റായിട്ട് നേരെ അകത്തോട്ട് പോകാം. അല്ലേ കയറിക്കും. ഈ ഇടക്ക് ബാക്ക് വർക്ക് കൊണ്ട് പറഞ്ഞ വൈറ്റ് ഫുള്ളപ്പ് എടുക്കും. തെന്നുന്നു. ഇവിടെ പെയിന്റ് അടിച്ചോണ്ട് എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല കൈ വെച്ച്. തെന്നുന്നു. ആവശ്യത്തോട്ട് പോകണ്ട. അവിടെ ആൾക്കാർക്കൊരു എനിക്ക് എന്തൊരു ഫീലാണ് അവിടെ പോകണ്ടെന്ന്. അവിടെ എനിക്കുള്ള ലൂക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ആ ഭാഗത്തോട്ട്. ചെയ്യാൻ ഒരു ഫ്രഷ് ലുക്ക് ആർക്കാണ് ഇഷ്ടമല്ല? അതല്ലേ ഇത് ഫ്രഷ് അല്ലേ? ഒരു 10 വർഷം കുറച്ച് ഞാൻ നിങ്ങൾ ഡംബിൾ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് എൻ്റെ ഈ മോന്താനോട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ആരാ വരുന്നത്? അവനെന്ത് പറ്റി? അവൻ ഓടിപ്പോകുമല്ലോ. അവനെന്തിനാ ഓടിപ്പോകുന്നത്? എന്താടാ നിനക്ക് താടിയില്ലല്ലേ? നീ തിരിച്ചിരിക്കുന്നതാ. ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്തത്. അവൻ കാറിക്കൂവി ഒരു തീരുമാനമാക്കിയനെ. ഇപ്പോൾ ഇനി കൂടുതൽ ആൾക്കാരെ നമ്മൾ കാണിച്ച് ഹാർട്ട് അറ്റാക്ക് കൊണ്ടുവരുന്നില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അവിടെ പിന്നെയും കിടന്ന് ചിലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ. ഇത് മറ്റേ ഫ്രണ്ട്സിൻ്റെ പടത്തിനകത്ത് മറ്റേ ഒരുത്തൻ വന്നിട്ട് വീഴത്തില്ലേ? ആ ഒരു ചിരിയാവൻ. എന്നിട്ട് പല വെള്ളപ്പൊടിയ പെയിന്റ് വീണ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ആ ശ്രീനിവാസനെ പിടിച്ച് മാറ്റി. ശ്രീനിവാസനൊക്കെ റിട്ടയർ ആയെന്ന് പറയൂ. അല്ല ഇവനെ പിടിച്ചിരുത്തുവനൊന്ന്. അവൻ്റെ തലയുടെ പക്കത്തോടി ഡ്രം ഒഴിക്കുക.
അവനെ ഡ്രമ്മിലോട്ട് എടുത്ത് കമത്തു. എന്നാലും ബോയ്സ് ഇവനെന്നാലും പറ്റി പോകാണ്ട് നമുക്ക് ഈ വീഡിയോ ചേർത്താം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. ഐ വാണ്ട് ടു ഫ്ലൈ ഫെൽ. ഐ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ. പീസ്.